ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഷ്രഗ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതും ഇതിൻ്റെ മെഷർമെൻറ്റ്സും കട്ടിങ്ങും ഡീറ്റെയിൽസും ഒക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു ലേസ് എങ്ങനെയാണ് ഇവിടെ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതുമാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഒന്നേകാൽ മീറ്റർ ക്ലോത്താണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നും 6.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവിടെ നിന്നും താഴേക്ക് ഈ 6.5 ഇഞ്ച് തന്നെയാണ് ആം ഹോളായിട്ടും എടുത്തിട്ടുള്ളത്. അതൊന്ന് മാർക്ക് ചെയ്ത് ഒന്ന് ചേർത്ത് ലൈനാക്കി വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ചെസ്റ്റ് ഒന്ന് മെഷർ ചെയ്യാം. നമ്മൾ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ വരുന്നത് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് ലൂസും 1 ഇഞ്ച് സീം അലവൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ 11 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യാം. എനിക്ക് 22 ഇഞ്ചാണ് എൻ്റെ ലെങ്ത്ത് വരുന്നത്. അതിൽ നിന്ന് 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 23 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ ചെസ്റ്റ് എങ്ങനെയാണ് മെഷർ ചെയ്തെടുത്തത് അതുപോലെ തന്നെയാണ് വേസ്റ്റിനും മെഷർമെൻറ്റ് എടുക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ 10 ഇഞ്ചാണ് വരുന്നത്. അത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഷേപ്പിൻ്റെ അവിടെ ഞാൻ 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ പോയിൻറ്റുകളെല്ലാം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്നും 1 ഇഞ്ചൊന്ന് ഇതുപോലെ സ്ലോപ്പായിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്നും ഈ ചെസ്റ്റിൻ്റെ ഈ ഒരു പോയിൻ്റ് വരെ ഒന്ന് കർവ് ചെയ്തിട്ട് നമുക്ക് ആം ഹോൾ വരച്ചെടുക്കാം. ഇവിടെ നിന്നും ഒരു 3 ഇഞ്ച് നെക്കിൻ്റെ വിടുത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒന്ന് സ്ലോപ്പായിട്ട് വരച്ചു കൊടുക്കുക. ഇനി നെക്കിൻ്റെ ഡെപ്താണ് മാർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ 4.5 ഇഞ്ചാണ് നെക്കിന് ഡെപ്ത് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒരു ബോക്സായിട്ട് വരച്ചു കൊടുത്തു. ഇനി അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 1 ഇഞ്ചാണ് ബാക്ക് നെക്കിൻ്റെ ഡെപ്ത് എടുത്തത്. അപ്പോൾ ആ 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സും അതിൻ്റെ കട്ടിങ്ങും നോക്കാം. അപ്പോൾ ഞാനിവിടെ ആം ഹോളിൻ്റെ ലെങ്ത്ത് ഇതുപോലെ ഒന്ന് മെഷർ ചെയ്തെടുത്തു. 9.5 ഇഞ്ചാണ് ഇവിടെ ലെങ്ത്തായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ബാക്കി വരുന്ന ക്ലോത്ത് ഇതുപോലെ ഒന്ന് 4ആയിട്ട് മടക്കിയെടുത്തു. എന്നിട്ട് ഈ ഒരു ഫോൾഡഡ് ഭാഗത്ത് നിന്നും ഇതുപോലെ 9 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു.
എന്നിട്ട് അവിടെ നിന്നും ഒരു 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഒരു പോയിൻറ്റും അതുപോലെ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരിതും സ്ലോപ്പായിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഈ സെൻറ്ററിൽ നിന്നും ഈ ഒരു കോർണറിലേക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. അതുപോലെ താഴേക്ക് ഇത് കാണുന്നത് പോലെ ഒന്ന് വരച്ച് മാർക്ക് ചെയ്യുക. ഇങ്ങനെയാണ് സ്ലീവ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. 17 ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്ത് വേണ്ടത്. 1 ഇഞ്ച് മടക്കി തയ്ക്കാനോട് കൂടിയിട്ട് 18 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി അവിടെ നിന്നും സ്ലീവിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യുക. 5.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ വിഡ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ 2 പോയിൻറ്റും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഫുള്ള് കഴിഞ്ഞു. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ 2 വശങ്ങളും ഇതുപോലെ നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ 2 ഷോൾഡറും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം ഇതുപോലെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് 2 ഭാഗമാക്കാം. ഇത് ആദ്യം കട്ടിങ്ങിൻ്റെ സമയത്ത് ചെയ്യേണ്ടതായിരുന്നു, ഞാനത് വിട്ടുപോയതാണ്. ഇനി ഇവിടെയാണ് നമുക്ക് ലേസ് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത്. ലേസ് എടുത്തിട്ട് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് മടക്കിയിട്ട് ഈ ലേസിൻ്റെ മേലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ലേസ് ഒന്ന് മറിച്ചിട്ട് ഈ ഭാഗത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 2 ഭാഗത്ത് ലേസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്രോസ് പീസ് നെക്കിൻ്റെ അടിഭാഗത്തേക്ക് നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് നിന്നും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിലേക്ക് ഒന്ന് മറിച്ച് എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്കിന് ചുറ്റും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അവസാനം എക്സ്ട്രാ വരുന്നത് ഈ ഫ്രണ്ടിലേക്ക് തന്നെ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. എന്നിട്ടിത് ഈ കാണുന്ന രീതിയിൽ ഇങ്ങനെ മറിച്ച് ഇതിനെ നല്ല വശത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സ്ലീവിൻ്റെ പീസ് എടുത്ത് അതിൻ്റെ സെൻറ്റർ ഭാഗം ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇങ്ങനെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ അറ്റം ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കാം. ഇതാ 2 സ്ലീവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ 2 സൈഡുകളും ഞാനിവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷ്രഗ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.